അമരക്കുനിയിൽ ഇറങ്ങിയ ഒരു കടുവയ്ക്ക് വേണ്ടി തിരച്ചിൽ തുടങ്ങിയിട്ട് 6 ദിവസമായെങ്കിലും ഇതുവരെ അവർക്ക് ആ ഒരു കടുവയെ ലൊക്കേറ്റ് ചെയ്യാനോ കടുവയെ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് മറ്റു വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. കുറച്ച് ദിവസങ്ങളായി ആളുകളെ കൊല്ലപ്പെടുന്നു, ആളുകൾ കടുവയെ കാണുന്നുണ്ട്, പക്ഷെ കടുവ എവിടെയാണ് എന്നതിൽ മാത്രം ഇപ്പൊ എന്തായാലും റഡാർ സംവിധാനത്തിലൊന്നും തന്നെ കടുവ കുടുങ്ങുന്നില്ല എന്നുള്ളതാണ്. 4 ഇടത്ത് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ കടുവയെ നിരീക്ഷിച്ചു തന്നെ കൊണ്ടിരിക്കുകയാണ് നിലവിലിപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ചെയ്യുന്നത്. ഇംതിയാസ് ഉണ്ട് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായിട്ട്. ഇംതിയാസ്, നിലവിൽ എങ്ങനെയാണ് അവിടുത്തെ നീക്കങ്ങൾ നടക്കുന്നത്? ഏതൊരു വിലയിരുത്തലിലേക്കൊക്കെയാണ് വനംവകുപ്പ് എത്തുന്നത്? എന്തെങ്കിലുമൊക്കെ ഒരു സൂചനയുണ്ടോ എവിടെയാണ് കടുവ എന്നുള്ളത്? അക്ഷയ ആൻഡ് ഹിമ, ഞാനിപ്പോൾ നിൽക്കുന്നത് മിനിയാന്ന് രാത്രി 11:30 കടുവ കടിച്ചു കൊന്ന ആടിനെ കടിച്ചു കൊന്ന ചന്ദ്രേട്ടൻ എന്ന് പറയുന്ന ആളുടെ ആടിനെയായിരുന്നു കടുവ അവസാനമായി കടിച്ചു കൊന്നത്. തൂപ്രയിലുള്ള ചന്ദ്രേട്ടൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിലിപ്പോൾ വനം വകുപ്പെല്ലാം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം മുതൽ ഈ റഡാർ സംവിധാനത്തിൽ റഡാർ പരിധിയിൽ ഇപ്പോൾ കടുവയുടെ സാന്നിധ്യമില്ല. ഇവർ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധിക്കുമ്പോഴും കടുവയുടെ സാന്നിധ്യമില്ല എന്ന് തന്നെയാണ് അവരുടെ ഒരു വിലയിരുത്തൽ. പക്ഷേ ഈ ചെറിയ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി ഒരു പക്ഷേ കടുവ അതിന്റെ സഞ്ചാരപഥം മാറിയിട്ടുണ്ടാകാം എന്നൊരു സംശയവും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മയക്കുവെടി വെച്ചുകൊണ്ട് കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടി നിലവിൽ സ്ഥാപിച്ചിരിക്കുന്ന കൂടുകളിലെല്ലാം റീ അറേഞ്ച്മെന്റ് നടത്തിക്കൊണ്ട് അതിനെ പിടികൂടുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് അവരുള്ളത്. ഇപ്പോൾ എനിക്കൊപ്പം നേരത്തെ ആടിനെ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ഓമന വളർത്തുമൃഗമായിരുന്നു ചന്ദ്രേട്ടൻ തന്നെ ചേരുന്നുണ്ട്. എന്നിട്ട് ഈ ആടിനെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വലിയൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഒരു വളർത്തുമൃഗമാണ്. ഞങ്ങൾ അത്രയും സ്നേഹത്തോടു കൂടിയാണ് ആ രണ്ടെണ്ണത്തിനെയും വളർത്തുന്നത്. അത്രയും സ്നേഹം, ഭാര്യയാണെങ്കിലും രണ്ടുപേരും. അത് പോയതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ വല്ലാതെ ടയേർഡായി, ഇപ്പോഴും മാറിയില്ല അതിൻ്റെ ആ കണ്ടതിൻ്റെ ക്ഷീണവും അല്ല. ഒരു വളർത്തുമൃഗം നഷ്ടപ്പെടുന്നു, നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടാനുള്ളത് ഒരു നഷ്ടപരിഹാര തുകയാണ്. അതൊക്കെ കിട്ടിയോ, എങ്ങനെയാ? അത് ഇന്നലെ ചെക്ക് കൊണ്ടേ തന്നു. 45 രൂപയുടെ ചെക്ക് കൊണ്ടേ തന്നു. ഒരു മെമ്പറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു ആശ്വാസമുള്ള കാര്യമാണല്ലേ? അതെ അതെ, ആശ്വാസം. ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഭീതിയുണ്ടോ? കാരണം ഇവിടെയാണ് കടുവ വന്നതൊക്കെ. അതെ, അതുണ്ടല്ലോ, ഭീതി ഉണ്ടല്ലോ. ഇന്നലെ തന്നെ 6:30 ഞങ്ങൾ വാതിലൊക്കെ അടച്ച് കയറി ചെയ്തകത്ത് വരും എന്ന് വിചാരിച്ചിട്ട്. ഈ ചന്ദ്രേട്ടനെ പോലെ തന്നെ ഇവിടെ നിരോധനാജ്ഞയൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ ഈ പലരും ഇപ്പം സ്കൂളിലടക്കം കുട്ടികൾ എത്താത്ത ഒരു സാഹചര്യവുമുണ്ട്. നേരത്തെ സ്കൂളിലെത്തിയ കുട്ടികളെയൊക്കെ തിരിച്ച് പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യവുമായിരുന്നു. ഇപ്പോൾ നമുക്കൊപ്പം ഇവിടുത്തെ തന്നെ നാട്ടുകാരനായിട്ടുള്ള ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയുന്ന അജിത് കെ ഗോപാൽ എന്ന ഒരാൾ കൂടെ ചേരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വനപാലകരുമായി സംസാരിക്കാൻ കഴിഞ്ഞു? എന്താ നാട്ടിലെ ഒരു അവസ്ഥ നിലവിൽ? വനപാലകരോട് സംസാരിച്ചിരുന്നു. മാത്രമല്ല അവരോടൊപ്പം അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ രാത്രി, ഈ ആടിനെ പിടികൂടിയ രാത്രി വേണ്ട നിലയ്ക്കുള്ള പരിശോധന ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ രാത്രി വേണ്ടൊരു പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഒരു ആക്ഷേപം ഉന്നയിക്കാനുള്ളത്. ഊട്ടിക്കവലയിൽ നിന്ന് കടുവയെ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 11:45 ശേഷം 11:45 ഇവിടെ ചന്ദ്രേട്ടൻ്റെ ആടിനെ പിടിക്കുന്നതല്ലേ ഉണ്ടായിട്ടുള്ളത്. ആ സമയത്ത് തന്നെ വനപാലകരോട് എത്തിയിട്ടുണ്ട്. അന്ന് രാത്രി നല്ല രൂപത്തിലുള്ള പരിശോധന നടത്തിയും മെഡിക്കൽ സംഘം, അതായത് ഡോക്ടർമാരുൾപ്പെടെയുള്ള കെമിക്കൽ ഇംബറൈസേഷൻ നടത്താനുള്ള, മയക്കുവെടി വെക്കാനുള്ള സംഘം ഉൾപ്പെടെ ഡോക്ടർമാരുൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ കഴിഞ്ഞ രാത്രിയിൽ വേണ്ട രൂപത്തിലുള്ളൊരു തെരച്ചിൽ നടത്താൻ വേണ്ടി വനപാലകരുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധ ഉണ്ടായില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് നമുക്ക് പറയാനുള്ളത്. അത്ര പ്രതിസന്ധിയിലേക്ക് ജനങ്ങൾ മാറുന്നൊരു സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ 144 ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥയുണ്ട്. സ്കൂളുകളിലേക്ക് കുട്ടികൾക്ക് പോകാനുള്ള പ്രയാസമുണ്ട്. ക്ഷീര കർഷകർക്ക് അവർക്ക് പാല് കൊടുക്കാൻ പോകാനുള്ള പ്രയാസമുണ്ട്. കാപ്പി വിളവെടുപ്പ് കാലമാണ്, കുരുമുളക് വിളവെടുപ്പ് കാലമാണ്. അതിനൊക്കെ വലിയ പ്രതിസന്ധി നിൽക്കുകയാണ്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളെ സംബന്ധിച്ച്, ആ കർഷകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി നിൽക്കുകയാണ്. എത്രയും വേഗം പിടികൂടാനുള്ള ആവശ്യം ആണ് ആളുകൾ ഇപ്പോഴും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നലെ വരെ പിടിക്കപ്പെട്ടത് ഒരു ജീവിയെയാണ്, ജീവി എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തെയാണ്. പക്ഷേ നാളെ ഇതൊരു മനുഷ്യനെ പിടിക്കില്ല എന്ന് നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി കഴിയും? ചിലപ്പോൾ നാളെ മനുഷ്യനിലേക്ക് പരിശോധനയിൽ തൃപ്തരല്ല എന്ന് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസത്തെ പരിശോധന നമ്മൾ ഒട്ടും തൃപ്തരല്ലാത്തൊരു അഭിപ്രായമുണ്ട്. ഇന്നലെ രാത്രിയിൽ ഒരു വീട്ടിലെത്തി എന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയിരുന്നു. അവിടെ എത്തുമ്പോഴേ അവിടെ ഡ്രോൺ പരിശോധന നടത്തിയപ്പോൾ അവിടെ സാന്നിധ്യം ഇല്ല. അതിനുശേഷം മറ്റൊരാൾ
അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ 1 കിലോമീറ്റർ അപ്പുറം വീണ്ടും കടുവയെ കണ്ടു എന്നൊരു അറിയിപ്പ് കിട്ടി. അവിടേക്ക് വനപാലകരെത്തി. പക്ഷേ വേണ്ടത്ര തിരച്ചിൽ അവിടെ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഭാഗത്ത് ഇന്നലെ 2ാമത്തെ പ്രാവശ്യം കണ്ടു എന്ന് പറയുന്ന പ്രദേശം നടത്താൻ വനവകുപ്പ് തയ്യാറായിട്ടില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അപ്പോൾ ഇത് അല്പം കൂടി സീരിയസ് ആയി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ എടുക്കണം. DFO ഉൾപ്പെടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കടുവയെ കണ്ടെത്താൻ കഴിയാത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ചെസ് പ്ലേ നടക്കുന്ന സമയത്ത് ഓപ്പണിംഗ് ഉണ്ട്, മിഡിൽ ഗെയിം ഉണ്ട്, എൻഡ് ഗെയിം ഉണ്ട്. എൻഡ് ഗെയിമിനാണ് പ്രാധാന്യം. അത് ഓരോ ഗെയിമിനും ഓരോ സമയം പ്രാധാന്യമുണ്ട്. അപ്പോൾ എൻഡ് ഗെയിമിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ടിലേക്ക് എത്താൻ ഡിപ്പാർട്ട്മെന്റ് കഴിയുന്നില്ല, പിടികൂടാൻ കഴിയുന്നുള്ള വലിയ ഒരു ആശങ്കയാണ് ജനങ്ങളെ സംബന്ധിച്ചുള്ളത്. അതാണ് അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു ആശങ്ക എന്ന് ഇപ്പം ഇവിടെ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെ വെറ്റിനറി സംഘവും RRT ടീമും എല്ലാവരും എത്തി വലിയ രീതിയിൽ പരിശോധന നടത്തുന്നു. എന്തായാലും പുൽപ്പള്ളി അമരക്കുനിയിൽ ഇപ്പോൾ കടുവയെ പിടികൂടാനുള്ള തീവ്ര ശ്രമം നടക്കുന്നു. അവിടെ നിന്ന് സംസാരിക്കുന്ന പുൽപ്പള്ളിയിലാണ് ഞാൻ പഠിച്ചത്, അറിയാവുന്ന ആൾ കൂടിയാണ് അവിടെ നിന്ന് സംസാരിച്ച അച്ചിത്തേട്ടൻ. എന്തായാലും അവരൊക്കെ പറയുന്ന വലിയ ആശങ്കയാണ് പങ്കുവെക്കുന്നത്. അവിടെയുള്ള ആളുകൾ, സ്കൂളുകൾ, കോളേജുകൾ ഇതൊക്കെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആളുകൾക്ക് പുറത്തിറങ്ങാനൊക്കെ പേടിയാണ്. ഇന്ന് ഒരാട് ആടുകളെ ആണെങ്കിലും മനുഷ്യജീവൻ കൂടി ഭീതിയിലാണ്. അവർക്ക് ആ ഒരു ആശങ്കയെ അവർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ തന്നെ നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് ചർച്ചയിലേക്ക് പോവുകയാണ്. ഡോക്ടർ ഇന്ദുചൂടൻ, മുൻ DFO പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ, നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ശ്രീ ഇന്ദുചൂടൻ, അതായത് നിലവിലിപ്പോൾ അവർ പറയുന്ന ആശങ്ക അത് വലിയ അത്രമേൽ പ്രധാനപ്പെട്ട വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം കൂടിയാണ്. 4 കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഇത്രയധികം ദിവസമായിട്ടുണ്ട്. ഇതാ തൊട്ടടുത്തുണ്ട്, നമ്മുടെ കൺമുൻപിൽ അല്ലെങ്കിൽ വനംവകുപ്പിന് മുൻപിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നിടത്താണ് കടുവ ഇങ്ങനെ തെന്നി മാറി നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ റഡാറിന്റെ കാഴ്ചവട്ടത്തിലൊന്നും തന്നെ കടുവ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാവുകയും ചെയ്യുന്നത്. എന്ത് ചെയ്യാനാകും? തീർച്ചയായിട്ടും ഈ നാട്ടുകാരൻ പറഞ്ഞതുപോലെ വളരെ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ആവാസ മേഖലയിലേക്ക് മൃഗങ്ങൾ വരുന്നത്, പ്രത്യേകിച്ച് കടുവ പോലത്തുള്ള മൃഗങ്ങൾ വരുന്നത് വളരെ ഭീതി ജനിപ്പിക്കുന്ന സംഗതി തന്നെയാണ്. അപ്പോൾ കന്നുകാലികൾ ഇപ്പോൾ വളർത്തുമൃഗങ്ങളെ പിടിച്ചു, നാളെ വേണമെങ്കിൽ മനുഷ്യനെ പിടിക്കാം എന്നുള്ള ആശങ്കയും അസ്ഥാനത്തല്ല. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ സുരക്ഷിതത്വം തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേത് വകുപ്പായാലും ജനങ്ങളുടെ സുരക്ഷിതത്വം പ്രധാനമായിട്ട് നോക്കണം. പക്ഷെ ജനങ്ങളുടെ സുരക്ഷിതത്വം നോക്കാൻ ഇവിടെ എന്ത് ചെയ്യണം? കടുവയെ ഒഴിവാക്കണം. കടുവയെ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കടുവയെ വേണമെങ്കിൽ ഒറ്റയടിക്ക് വെടിവെച്ച് കൊന്ന് ഒഴിവാക്കാം. ചില ആൾക്കാർ പറയും മനുഷ്യനാണ് പ്രധാനം, കടുവയെ വേണമെങ്കിൽ ഒഴിവാക്കാം എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഈ കടുവ ആരാണ്? ഈ കടുവയുടെ സ്ഥാനം എന്താണ്? നമ്മുടെ സംരക്ഷണത്തിൻ്റെ സ്ട്രാറ്റജിയിലനുസരിച്ച് ആഗോള വ്യാപകമായിട്ട് എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള വംശനാശ ഭീഷണി നേരിടുന്ന ഒരു മൃഗമാണ് കടുവ. 1973 മുതലുള്ള പ്രോജക്റ്റ് ടൈഗർ പ്രവർത്തനപരമായിട്ട് ഏതാണ്ട് 50-ലധികം കടുവ സങ്കേതങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരും സർക്കാരും ജനങ്ങളുടെ കൂടി സഹകരണത്തോടുകൂടി അനേക വർഷം കഷ്ടപ്പെട്ട് കഴിഞ്ഞ 50 വർഷമായിട്ട് ബുദ്ധിമുട്ടിയതിൻ്റെ ബലമായിട്ടാണ് ഇന്ന് ലോകത്തിലാകെയുള്ള കടുവകളുടെ 75%-ലധികം ഭാരതത്തിലാണ്. ഏറ്റവും കൂടുതൽ കടുവകളുള്ള രാജ്യം ഭാരതമാണ്. പക്ഷേ അത് വംശനാശ ഭീഷണി നേരിടുകയുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സംരക്ഷിക്കണം എന്നുള്ള പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കടുവയ്ക്ക് കോട്ടം വരാതെ മനുഷ്യനെ നമുക്ക് രക്ഷിക്കണം. കാരണം കടുവ മാത്രമല്ല, കടുവ നമ്മുടെ ഒരു കൊടിയടയാളം എന്ന് പറയും. നമ്മുടെ നാട്ടിലെ ആവാസ വ്യവസ്ഥയ്ക്ക് പരിസ്ഥിതി സംരക്ഷണം ശരിയായിട്ട് നടക്കുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു സൂചനയാണ്, ഒരു സൂചിക. കടുവയുടെ എണ്ണം നോക്കിയിട്ടാണ്. അതിൻ്റെ താഴെ ഫുഡ് പിരമിഡൊക്കെ നമുക്കറിയാം. അപ്പോൾ ചെടികളുണ്ടെങ്കിൽ ചെടികളെ ആശ്രയിക്കുന്ന ജന്തുക്കളെ, സസ്യഭുക്കുകളെ ആശ്രയിക്കുന്ന മാംസഭുക്കുകളെ, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ അതായത് ഒരിടത്ത് കടുവയ്ക്കായിട്ടുള്ള തെരച്ചിൽ നടക്കുന്നു. അതേ പ്രദേശത്തിന് തൊട്ടു സമീപത്ത് തന്നെയാണ് കടുവ പിറ്റേ ദിവസം ഒരാടിനെ കൊല്ലുന്നു, അല്ലെങ്കിൽ അത് കുറച്ച് മണിക്കൂറുകൾക്ക് ഇപ്പുറത്തേക്ക് ഒരു ആടിനെ പിടിച്ചു കടുവ എന്നുള്ള വാർത്ത വരികയും അതിന്റെ ദൃശ്യങ്ങൾ അവിടെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഈ നടക്കുന്ന തെരച്ചിൽ ഇതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്? ഇവരെ അവലംബിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാർഗം, ഈ തെരച്ചിലിന്റെ ഒരു മാർഗമുണ്ടല്ലോ, അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഡ്രോണൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ക്യാമറകൾ വെച്ചിട്ടുണ്ട്, കൂടുകൾ വെച്ചിട്ടുണ്ട്. പരമാവധി, അതായത് ഒരു
മണപ്പുറത്ത് പോയ മുട്ടുസൂചി എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ മുള്ളാണി എടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ശിവരാത്രി മണപ്പുറത്ത് നിന്ന് ഒരു ചുണ്ടലിയെ പിടിക്കുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് കാടിൽ ഓടി നടക്കുന്ന കടുവ. അവ പെട്ടെന്ന് പമ്മിയിരിക്കാം. ഒരു ചെറിയ പാറക്കല്ലുണ്ടെങ്കിൽ, ഒരു മരത്തിൻ്റെ വേരിൻ്റെ മറവുണ്ടെങ്കിൽ, ഒരു ചെറിയ കാടുണ്ടെങ്കിൽ ഒതുങ്ങി പമ്മി നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കാൻ സാധിക്കുന്ന ഒരു മൃഗമാണ്. ഹൈലി കാമഫ്ലേജ്ഡ്, പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ നമുക്കൊരു 100 മീറ്റർ ദൂരെ നിന്നാൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഇത് കണ്ടുപിടിക്കേണ്ട എന്നുള്ളതല്ല, വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഓടിച്ചെന്ന് ചാടി നമുക്കൊരു പട്ടിയെ, നാഷണൽ ഹൈവേന്ന് ഒരു പട്ടിയെ കൊല്ലുന്ന പോലെ പിടിക്കുന്ന ഈസി ലാഘവത്തോടെ പിടിക്കാൻ സാധിക്കുന്നതല്ല. കാട്ടിൽ മറ്റു മൃഗങ്ങളുണ്ട്. പക്ഷേ ഇന്ന് വനം വകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും മുന്തിയ പരിഗണന നൽകേണ്ടതാണ്, നൽകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ളൊരു ടീമാണ്. അവിടുത്തെ DFO അജിത് രാമൻ വയനാട്ടുകാരൻ തന്നെയാണ്. അതിനുവേണ്ടി വെറ്റിനറി ഡോക്ടർ അരുൺ സക്രിയ ഇന്ത്യയിൽ തന്നെ മയക്കുവെടി വയ്ക്കാൻ അറിയപ്പെടുന്ന പേരുകേട്ട വിദഗ്ധനായിട്ടുള്ള ആളാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി പോയിട്ട് മയക്കുവെടി വെച്ച് പിടിക്കുകയാണ്. ചില ആൾക്കാർ പറഞ്ഞിട്ടു മയക്കുവെടി അല്ല വേണ്ടത് മറ്റേ തോക്കാണെന്ന്. സാധാരണ തോക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ പാടാണ് മയക്കുവെടിച്ച് പിടിക്കുന്നത്. കാരണം തോക്കാണെങ്കിൽ ഡയറക്റ്റ് പോയിക്കോളും. ഈ മയക്കുവെടി വയ്ക്കുമ്പോൾ ഒരു കാറ്റിൻ്റെ ഒരു പ്രൊപ്പല്ലറൊക്കെ ഉണ്ട്, ഒരു ഫെദർ മൂവ്മെൻ്റാണ്. ചെറിയ കാറ്റുണ്ടെങ്കിൽ വ്യത്യാസം വരും. ഇടയ്ക്ക് ഒരു ചില്ലയോ ഒരു ഇലക്കഷ്ണത്തിലോ മുട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ മാറിപ്പോവും. ഇങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ കണ്ടാലും പറ്റിയ സ്ഥലത്ത് വെച്ച് കാണണം, പറ്റിയ സമയത്ത് കാണണം, മറയില്ലാതെ കാണണം, നല്ല അന്തരീക്ഷത്തിൽ നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിൽ കാണണം. ഇങ്ങനെ ധാരാളം പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ചെയ്യേണ്ടതാണ്. അപ്പോൾ മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള ഇണങ്ങിച്ചേർന്നുള്ള ജീവിതത്തിൽ ഒരു വെയിലിന്റെ അപ്പുറത്ത് സംവിധാനമുണ്ട്, പ്രഗത്ഭരായിട്ടുള്ള ഒരു ടീമുണ്ട് നമുക്ക് മുൻപിൽ. അവരുടെ നേതൃത്വത്തിലാണ് ഈ കടുവയെ പിടികൂടാനുള്ള ശ്രമമൊക്കെ. കടുവ എന്നല്ല, കുറെ കാലമായിട്ട് ഈ വന്യമൃഗ ആക്രമണം അത് വലിയ രൂക്ഷമാണ്. ഈ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് അവിടങ്ങളിലൊക്കെ സജീവമായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ വയനാട്ടിലും ഈ പ്രവൃത്തികളുടെ ഭാഗമാകുന്നത്. ഇപ്പോൾ അവിടെ നമുക്ക് ഇംതിയാസിനൊപ്പം വാർഡ് മെമ്പർ കൂടി ചേരുന്നുണ്ട്. ഇംതിയാസ്, അവിടെ നാട്ടുകാരുടെ ആശങ്ക എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് അറിയുന്നതാണ്. കാരണം അവരുടെ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെടുന്നു, അവരുടെ ജീവൻ പോലും വലിയ ഭീതിയിലാണ് ഇപ്പോൾ ആ നാട്ടുകാരുള്ളത്. അപ്പോൾ എന്താണ് അവിടുത്തെ വാർഡ് മെമ്പർ പറയുന്ന കാര്യങ്ങൾ? ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ തെരച്ചിലൊക്കെ പുരോഗമിക്കുന്നത്? എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എങ്ങനെ അവർക്ക് അവരുടെ ജീവനെ പറ്റിയുണ്ട്, അതുപോലെ തന്നെ ജനങ്ങളെ ഇതൊക്കെ ഇങ്ങനെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാനാകും എന്നുള്ള അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കടമ്പയാണ്. എന്താണ് വാർഡ് മെമ്പറൊക്കെ പറയുന്നത്? അവരുടെ ഒരു നിലപാട് എന്താണ്? എന്ത് ചെയ്യാനാകും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. അക്ഷയ, തീർച്ചയായിട്ടും ഇതിൽ ജനങ്ങളുടെ ആശങ്ക തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ ഈ അതിഥി സംസാരിക്കുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഈ ടീമിൻ്റെ ഒക്കെ ഒരു കാര്യം. ശരിയാണ്, ഈ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീം, നമ്മുടെ വയനാട് സൗത്ത് DFO, അതുപോലെ തന്നെ ഇവർ ഇതിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ എത്തിച്ച കുങ്കിയാനകൾ, ഇങ്ങനെ ഒരു വലിയ സംവിധാനം കടുവയെ പിടികൂടാൻ വേണ്ടിയിട്ടൊരു ദൗത്യവുമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കടുവയെ പിടികൂടാത്ത സാഹചര്യത്തിൽ നിരോധനാജ്ഞ നിലനിൽക്കുന്ന ഈ സമയത്ത് ജനങ്ങൾ വലിയ രീതിയിൽ ആശങ്കയിലാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം സ്കൂൾ പോലും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ മൃഗങ്ങളെ അടക്കം, വളർത്തുമൃഗങ്ങളെ അടക്കം കൊന്നുപോകുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ ഒരു പക്ഷേ അത് മനുഷ്യരിലേക്ക് എത്തിക്കൂടെ എന്നൊരു ആശങ്കയൊക്കെയാണ് നേരത്തെയൊക്കെ പലരും പങ്കുവച്ചത്. ഇപ്പോൾ ആടിക്കൊല്ലിയിലെ തന്നെ മെമ്പറായിട്ടുള്ള ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താ നിലവിലെ ഇവിടുത്തെ ഒരു സാഹചര്യം? ജനങ്ങളുമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ പറ്റിയോ? ജനങ്ങളുമായിട്ടൊക്കെ വളരെ സമ്പർക്കമുണ്ട്, ജനങ്ങളുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ 10 ദിവസം പിന്നിടുമ്പോഴും നമ്മുടെ ഈ സംവിധാനങ്ങളെല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ DFO അടക്കം, റേഞ്ചർ അടക്കം, അതുപോലെ വെറ്റിനറി ഡോക്ടർ അടക്കം ഈ 10 ദിവസമായിട്ടും ഈ ഒരു കടുവയെ പിടികൂടാൻ സാധിക്കാത്തതിൽ വളരെ ദുഃഖമുണ്ട്, അതുപോലെ തന്നെ ആശങ്കയുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ നമ്മളെ കാണുമ്പോൾ പറയുന്നത് ഈ 10 ദിവസമായിട്ടും ഈ ഒരു കടുവയെ പിടികൂടാനോ അല്ലെങ്കിൽ മയക്കുവെടി വെക്കാനോ ഇവരുടെ ഈ കടുവയുടെ അടുത്ത് എത്താൻ പോലും നമ്മുടെ വനപാലകർക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഒരു ആശങ്ക ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിനൊരു ശാശ്വത പരിഹാരം നമുക്ക് കണ്ടേ മതിയാവുള്ളൂ. ഇപ്പോൾ നിരോധനാജ്ഞ നിലനിൽക്കുമ്പോഴും സ്കൂളുകളിൽ കുട്ടികൾക്ക് പോകാൻ സാധിക്കുന്നില്ല. ഇവിടെ അടുത്ത് ഗ്രാമങ്ങളിലുള്ള കടകളൊക്കെ സന്ധ്യയാകുന്നതിന് മുമ്പേ അടച്ച് എല്ലാവരും വീട്ടിൽ പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന് ഒരു പരിഹാരം വേണം. അത് ആളുകൾക്ക് ധനസഹായം, നമുക്ക് 5 വീടുകളിലും ധനസഹായം ഗവൺമെൻറ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും
നമ്മൾക്ക് സ്വൈര്യമായിട്ട് സഞ്ചരിക്കണം. സ്വൈര്യമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പം ഇവിടെ ജനുവരി 7-ന് ഇവിടെ ഒരു കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന് അറിയുന്നു. വലിയ ക്യാമറകൾ കൊണ്ടുവന്ന്, ഡ്രോൺ ക്യാമറകൾ കൊണ്ടുവന്ന് കടുവയുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു. ഇത് കേരളത്തിലുള്ളതല്ല എന്നും മനസ്സിലാക്കുന്നു. ഇതിനുശേഷം ഒരു യജ്ഞം, ഈ ദൗത്യം തുടരുകയാണ്. ഈ ജനങ്ങൾ ആശങ്കയിൽ നിൽക്കുന്ന സമയത്ത് ഈ ജനങ്ങളെയൊക്കെ ഒരുമിപ്പിക്കുന്ന രീതിയിൽ, അതായത് അവർക്കൊരു ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്ന രൂപത്തിലൊക്കെ ചെയ്യാൻ വാർഡ് മെമ്പർ എന്നുള്ള നിലക്ക് പറ്റിയിട്ടുണ്ടോ? സാധിച്ചിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മുടെ ആളുകൾക്ക്, ഈ വാർഡിലുള്ള ആളുകൾക്കും പുറത്തുള്ളവർക്കെല്ലാം സന്ദേശം അയക്കുവാൻ കറക്റ്റ് സാധിച്ചിട്ടുണ്ട്. അതിൽ ആളുകൾ തൃപ്തരാണ്. അതുപോലെ തന്നെ തൃപ്തരാണെങ്കിൽ പോലും വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് നിങ്ങൾ ഇവിടെ ഒരു സമരമുഖം അല്ലെങ്കിൽ സമരം ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം നമ്മളോട് പറയാറുണ്ട്. ഇപ്പോൾ സമരം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ ഒരു നിരോധനാജ്ഞ നിലനിൽക്കുന്നുകൊണ്ട് സമരം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾക്ക് ഫോറസ്റ്റ് നിലനിൽക്കുന്നുണ്ട്. അവിടെ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ശ്രമമൊക്കെ നടക്കുന്നതിനിടയിൽ തന്നെ വാർഡ് മെമ്പറാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആശങ്ക അദ്ദേഹം പറയുന്നുണ്ട്. ജനങ്ങൾ തൃപ്തരാണ്. വാട്സപ്പിലൂടെയൊക്കെ, ഒരുപക്ഷെ വാട്സപ്പൊക്കെ ആ തരത്തിൽ ഉപകാരപ്പെടുന്നുണ്ട് അല്ലേ? നിർദ്ദേശങ്ങളൊക്കെ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യമൊക്കെ പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കാനൊക്കെ സാധിക്കും വാട്സപ്പിലൂടെ എന്നൊക്കെയുള്ളതാണ്. കണ്ടാലുടൻ വെടിവെക്കാൻ തയ്യാറായി വനംവകുപ്പ് സംഘം അവിടെ സജ്ജീകരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒന്നും അങ്ങ് നടപ്പാകുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. നാട്ടുകാർക്കും വലിയ ആശങ്ക തന്നെയുണ്ട്. ഈ സംഘം ഒന്നും ചെയ്യുന്നില്ല എന്ന രീതിയിലാണ് അവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുന്നത് കേട്ടോ, അതായത് ഞങ്ങൾക്ക് ഈ കടുവയെ പിടികൂടുന്നത് മാത്രമല്ല, ഞങ്ങൾക്ക് സൗകര്യമായിട്ട് ഞങ്ങൾക്ക് നടക്കാൻ പറ്റണം, പേടി കൂടാതെ നടക്കാൻ പറ്റണം. വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീരാ ദുരിതം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അതിൽ എന്ത് നടപടി, ശാശ്വതമായിട്ടുള്ള പരിഹാരം എവിടെ എന്നുള്ള ഒരു വലിയ ചോദ്യം, അത് ആ ചോദ്യചിഹ്നമായി തന്നെ അത് അവിടെ അങ്ങനെ ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനാകുന്നത്. മറ്റു കൂടുതൽ വിവരങ്ങളോ പുതിയ വിവരങ്ങളോ ഒന്നും തന്നെ അവിടെ നിന്ന് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.